നമസ്കാരം. NCTVയുടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്താ സംഭവങ്ങൾ നോക്കാം. കൊടുങ്ങല്ലൂർ ലോകമല്ലേശ്വരത്തുള്ള ആക്രിക്കടയിൽ നിന്നും ചെമ്പ് പിച്ചള സാമഗ്രികൾ മോഷ്ടിച്ച കേസിലെ പ്രതി റിമാൻഡിൽ. കരുനാഗപ്പള്ളി തൊടിയൂർ മുഴങ്ങോടി വീട്ടിൽ കിടങ്ങന്നൂർ പുത്തൻവീട് വീട്ടിൽ സുനിലാണ് റിമാൻഡിലായത്. ആക്രിക്കടയോടനുബന്ധിച്ചുള്ള മുറിയിൽ നിന്നും ഓഗസ്റ്റ് 26-ന് 8 കിലോയോളം തൂക്കം വരുന്ന പഴയ ചെമ്പ് വയറുകൾ, 6 കിലോയോളം തൂക്കം വരുന്ന പഴയ പിച്ചള ടാപ്പുകൾ എന്നിവ മോഷണം ചെയ്തുവെന്നാണ് കേസ്. നടപടിക്രമങ്ങൾക്കു ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. സുനിൽ 11 ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ SI-മാരായ അതുൽ മോഹൻ, അറഫാത്ത്, അജയ്, JSI സിബി, CPO ഷെരീഫ് എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. ബൈക്ക് യാത്രികർ നിരന്തരം അപകടത്തിൽപ്പെടുന്ന പുതുക്കാട് മുപ്ലിയം റോഡിലെ കുഴികളടച്ച് കോൺഗ്രസ് പ്രവർത്തകർ. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷാജു കാളിയങ്കര, പഞ്ചായത്ത് അംഗം ജോഷി ജോയ് എന്നിവരുടെ നേതൃത്വത്തിൽ CJ ആന്റണി, CD ജോയ്, TR ഷാജു, കൃപ ഷാജു എന്നിവർ പങ്കെടുത്തു. ശ്രീനാരായണ ഗുരുദേവന്റെ 172ാം ജയന്തി ആഘോഷങ്ങൾക്ക് നാടൊരുങ്ങുമ്പോൾ ഗുരുദേവന്റെ പാദസ്പർശമേറ്റ നിർവൃതിയിലാണ് പുതുക്കാട് തുറവ് സ്വാമിയാർകുന്ന് സുബ്രഹ്മണ്യ ക്ഷേത്രം. മലബാറിലേക്കുള്ള യാത്രകളിൽ ശ്രീനാരായണ ഗുരുദേവന്റെ ഇടത്താവളമായിരുന്നു ഇവിടെയുള്ള ശങ്കരാചല മഠം. 1914 ശ്രീനാരായണ ഗുരു പുതുക്കാടിന്റെ മണ്ണിൽ ആദ്യമായി എത്തുന്നത്. തന്റെ അരുമ ശിഷ്യനായ കോമത്തുകാട്ടിൽ തറവാട്ടംഗമായ ശങ്കരാനന്ദ സ്വാമികളുടെ കുറുമാലിയിലെ ഭവനത്തിലേക്കുള്ള യാത്രയ്ക്കായാണ് ശിഷ്യരോടൊത്ത് തീവണ്ടി മാർഗം പുതുക്കാട് റെയിൽവേ സ്റ്റേഷനിൽ ഗുരുദേവൻ വന്നിറങ്ങിയത്. സായാഹ്നത്തിൽ കുറുമാലിയിലേക്ക് വാഹനം കാത്തു നിൽക്കുന്നതിനിടയിലാണ് റെയിൽവേ സ്റ്റേഷന് പുറകിലെ കുന്ന് ഗുരുദേവന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. കള്ളിമുൾച്ചെടികൾ മാത്രം വളർന്നിരുന്ന കുന്ന് അസ്തമയ സൂര്യന്റെ പൊൻപ്രഭയിൽ മനോഹരമായിരുന്നു. ഇതിൽ ആകൃഷ്ടനായ ഗുരുദേവൻ ആ കുന്നിൻ മുകളിൽ ഒരു ആശ്രമം സ്ഥാപിക്കുന്നതിനുള്ള ആഗ്രഹം തന്റെ ശിഷ്യന്മാരോടും ശങ്കരാനന്ദ സ്വാമികളുടെ വീട്ടുകാരോടും പങ്കുവച്ചു. തുടർന്ന് ശങ്കരാചല മഠം സ്ഥാപിതമായതോടെ തുറവ് കുന്ന് സ്വാമിയാർ കുന്ന് എന്ന് അറിയപ്പെടാൻ തുടങ്ങി. മലബാർ യാത്രകളിൽ ഗുരുദേവന്റെ ഇടത്താവളമായിരുന്നു ശങ്കരാചല മഠം. റെയിൽവേ സ്റ്റേഷന്റെ സാമീപ്യവും ഇതിന് കാരണമായി. ഗുരുദേവന്റെ നിർദ്ദേശാനുസരണം ശിഷ്യനായ രാമാനന്ദ സ്വാമികൾ ആദ്യം ഇവിടെ ഒരു വൈദ്യശാല സ്ഥാപിച്ചു. സൗജന്യ ചികിത്സ തേടി ദൂരെ ദിക്കുകളിൽ നിന്ന് പോലും നിരവധി പേർ ഇവിടെ ചികിത്സയ്ക്ക് എത്തിയിരുന്നു. മഠത്തിന് സമീപത്തുള്ള ചെറിയൊരു പാറയിലാണ് പലപ്പോഴും ഗുരുദേവൻ ധ്യാനത്തിലിരിക്കാറുള്ളത്. ധ്യാനത്തിനിടെ സുബ്രഹ്മണ്യ സ്വാമിയുടെ ദർശനം ഗുരുദേവന് ലഭിച്ചിരുന്നു. ഈ സ്ഥലത്ത് സ്വാമിമാരുടെ നേതൃത്വത്തിൽ വിളക്ക് വെപ്പ് പൂജകളും ആരംഭിച്ചു. 1952 CG ജനാർദ്ദനന്റെ നേതൃത്വത്തിൽ ശ്രീനാരായണ വിജ്ഞാന കേന്ദ്രം എന്ന പേരിൽ സമിതി രൂപീകരിച്ച് ഗുരുദേവന് സുബ്രഹ്മണ്യസ്വാമിയുടെ ദർശനം ലഭിച്ച സ്ഥലത്ത് ക്ഷേത്രം നിർമ്മിക്കുകയും വേൽപ്രതിഷ്ഠ നടത്തുകയും ചെയ്തു. 1997 മുതൽ CG ജനാർദ്ദനൻ, PK ശെൽവരാജ് എന്നിവരുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച ട്രസ്റ്റിന്റെ നേതൃത്വത്തിലായിരുന്നു ക്ഷേത്ര ഭരണസമിതിയുടെ പ്രവർത്തനങ്ങൾ. സുബ്രഹ്മണ്യസ്വാമിയുടെ ചൈതന്യം സ്ഫുരിക്കുന്ന ഈ പുണ്യഭൂമിയിൽ താന്ത്രിക വിധിപ്രകാരം ക്ഷേത്രം നിർമ്മിക്കേണ്ടത് നാടിന്റെയും നാട്ടുകാരുടെയും ഐശ്വര്യത്തിന് അത്യാവശ്യമാണെന്ന പ്രശ്നചിന്തയെ തുടർന്നാണ് ഇന്ന് കാണുന്ന രീതിയിൽ ക്ഷേത്രം പുനർനിർമ്മിച്ച് ഉപദേവതാ പ്രതിഷ്ഠകൾ നടത്തിയതെന്ന് നിലവിലെ ക്ഷേത്രം ഭരണസമിതി പ്രസിഡന്റ് PK ശെൽവരാജ് സ്വാമികൾ പറഞ്ഞു. ഗുരുദേവൻ ഇവിടെ വരികയും ഗുരുദേവൻ്റെ ശിഷ്യനായിരുന്ന ശങ്കരാനന്ദ സ്വാമികൾ കോമ്പത്തുകാട്ടിൽ അദ്ദേഹത്തിൻ്റെ മാതാവ് സുഖമില്ലാതെ കിടക്കുമ്പോൾ പലവട്ടം പുതുക്കാട് റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ ഇറങ്ങി അദ്ദേഹം നടവഴി അങ്ങനെ പോകുമ്പോൾ ഈ കുന്ന് കാണുകയും ഈ അതിമനോഹരമായ കുന്നായിരുന്നു എന്നാണെന്ന് പറയുന്നത്. അപ്പോൾ ദേവൻ അവിടെ വന്ന് അവിടെ ഒരു പാറയുണ്ടായിരുന്നു, അവിടെ വന്ന് കുറേ നേരം ധ്യാനിക്കും. രാവിലെ ആയാലും വൈകിട്ടായാലും അങ്ങനെയായിരുന്നു. അപ്പോൾ മുരുകൻ്റെ ഒരു ചൈതന്യം അദ്ദേഹത്തിന് പലവട്ടം തോന്നിച്ചിട്ടുണ്ടെന്ന് പറയണത്. അപ്പോൾ അദ്ദേഹം അവിടെ ഒരു ആശ്രമമൊക്കെ പണിത് അവിടെ കുറച്ച് സ്വാമിമാരെ അതിന് വേണ്ട ഔഷധങ്ങൾ വൈദ്യശാലയായിട്ട്
അവിടെ തുടങ്ങുകയും ശേഷം നാട്ടുകാരെല്ലാവരും കൂടിയിട്ടാണ് ഗുരുദേവൻ്റെ ഇതിലൊരു ക്ഷേത്രം മുരുകൻ്റെ പണിയുന്നത്. പിന്നെ 97 ഒരു പുതിയ കമ്മിറ്റിയൊക്കെ രൂപീകരിച്ച് ഇന്നത്തെ ക്ഷേത്രം പണിയുകയും അവിടെ ഒരു പഞ്ചലോഹ വിഗ്രഹത്തിൽ ഭഗവാനെ പ്രതിഷ്ഠ കഴിക്കുകയും മറ്റുള്ള ഉപദേവന്മാരെ പ്രതിഷ്ഠ കഴിക്കുകയും ഒക്കെ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ക്ഷേത്രം വളരെയധികം പുരോഗതിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നൊരു ഇതാണ്. ഈ നാട്ടുകാരുടെയും പുറമേയുള്ള ഭക്തജനങ്ങളും വന്ന് നല്ല സഹകരണം ക്ഷേത്രത്തിലുണ്ട്. അപ്പോൾ ഇനിയും ഇതിനേക്കാളും വളരെ വളരെ പുരോഗമനങ്ങളും ഈ ക്ഷേത്രത്തിന് ഉണ്ടാകാൻ വേണ്ടി ഞങ്ങൾ അക്ഷീണം പ്രയത്നിച്ചു കൊണ്ടിരിക്കുകയാണ്. ജാതിമത പരിഗണന കൂടാതെ മുഴുവൻ പേർക്കും പ്രവേശനം അനുവദിക്കുന്ന ക്ഷേത്രം ശ്രീനാരായണ ഗുരുദേവന്റെ പ്രിയപ്പെട്ട ഇടമായിരുന്നു. മറ്റ് പല സ്ഥലങ്ങളിലും ജനങ്ങളുടെ ആവശ്യത്തെ തുടർന്നാണ് ഗുരുദേവൻ ക്ഷേത്രപ്രതിഷ്ഠകൾ നടത്തിയതെങ്കിൽ സ്വാമിയാർ കുന്നിൽ സുബ്രഹ്മണ്യ ക്ഷേത്രം നിർമ്മിക്കണമെന്നത് ഗുരുദേവന്റെ ആവശ്യമായിരുന്നു. ധ്യാനത്തിനിടെ തനിക്ക് ശ്രീ സുബ്രഹ്മണ്യ സ്വാമിയുടെ ദർശനം ലഭിച്ച സ്വാമിയാർ കുന്ന് വളരെ പവിത്രമാണെന്നും ഗുരുദേവൻ അരുളി ചെയ്തിരുന്നു. ക്ഷേത്രം നിർമ്മിക്കണമെന്ന് ഗുരുദേവൻ ആവശ്യപ്പെട്ടത് സ്വാമിയാർ കുന്നിൽ മാത്രമാണ് എന്നതുകൊണ്ട് തന്നെ സ്വാമിയാർ കുന്ന് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിന്റെ പ്രസക്തി ഗുരുദേവനോളം തന്നെ ഉയർന്നു നിൽക്കുന്നു. അയിത്തത്തിനും നൂറുകൂട്ടം അനാചാരങ്ങൾക്കും നീതിപീഠങ്ങൾ പോലും കാവൽ നിന്നിരുന്ന ഒരു ഇരുണ്ട കാലത്ത് കേരളത്തിൻ്റെ സാമൂഹിക പരിഷ്കർത്താവായി അവതരിച്ച ശ്രീനാരായണ ഗുരുദേവന്റെ പാദസ്പർശമേറ്റ സ്വാമിയാർ കുന്നിലാണ് ഞാനിപ്പോൾ ഉള്ളത്. 1914 ഗുരുദേവൻ ആദ്യമായിട്ട് ഇവിടെ എത്തുന്നത്. തൻ്റെ അരുമ ശിഷ്യനായിരുന്ന ശങ്കരാനന്ദ സ്വാമികളുടെ കുറുമാലിയിലുള്ള വസതിയിലേക്കുള്ള യാത്രക്കിടയിലാണ് അന്നത്തെ പുതുക്കാട് റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയ ഗുരുദേവൻ ഇവിടെ ഈ മനോഹരമായ ഈ കുന്ന് കാണുകയും ഇവിടേക്ക് ധ്യാനത്തിനും പ്രാർത്ഥനയ്ക്കുമായി എത്തുകയും ചെയ്തത്. പിന്നീടാണ് അദ്ദേഹം പലതവണ ഇവിടെ പ്രാർത്ഥനയ്ക്കും ധ്യാനത്തിനുമായി എത്തിയതായിട്ട് പറയുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു പ്രതിഷ്ഠ സ്ഥാപിക്കുകയും അങ്ങനെ ഏതൊരു ക്ഷേത്രമായി വളരുകയുമായിരുന്നു. ഏതായാലും ഇപ്പോൾ 1990കളിൽ സ്ഥാപിതമായ ശങ്കരാചലമഠം ട്രസ്റ്റിൻ്റെ നേതൃത്വത്തിലാണ് ഈ ക്ഷേത്രം പരിപാലിക്കുന്നതും ഇവിടെ ഗുരുദേവൻ്റെ സ്മരണകൾ നിലനിർത്തുന്നതും. ഒരു ഇരുണ്ട യുഗത്തിൽ നിന്ന് നാം ഇന്ന് കാണുന്ന സാമൂഹിക വളർച്ചയിലേക്ക് നമുക്ക് എത്തപ്പെട്ടതിൻ്റെ ഓർമ്മകൾ പങ്കുവെക്കുകയാണ് 172ാം ശ്രീനാരായണ ഗുരു ജയന്തി ദിനത്തിൽ ശ്രീ ശങ്കരാചലമഠം ട്രസ്റ്റും അതിൻ്റെ ഭാരവാഹികളും. ക്യാമറമാൻ ഡൊമിനിക് പാറത്തിങ്കലിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വീണ്ടും ഇടിവ്. കേരളത്തിൽ 22 ക്യാരറ്റ് 1 ഗ്രാം സ്വർണത്തിന് 75 രൂപയാണ് കുറഞ്ഞിരിക്കുന്നത്. ഗ്രാമിന് 14,650 രൂപയും 1 പവന് 1,17,200 രൂപയുമാണ് നിരക്ക്. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ശേഷവും സ്വർണ്ണവില കുറഞ്ഞിരുന്നു. ഗ്രാമിന് 215 രൂപയാണ് ഒറ്റയടിക്ക് കുറഞ്ഞത്. 1 പവൻ സ്വർണത്തിന് 1,17,800 രൂപയായിരുന്നു വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ശേഷമുള്ള വില. സംസ്ഥാനത്ത് വെള്ളിവിലയും കുറഞ്ഞിട്ടുണ്ട്. നിലവിൽ 1 ഗ്രാം വെള്ളിക്ക് 255 രൂപയിലും 10 ഗ്രാം വെള്ളിക്ക് 2,550 രൂപയുമാണ് നിരക്ക്. കാലാവസ്ഥ. കൂടിയ താപനില 31 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ്. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. ഇത്തവണ ഓണമല്ല, പൊന്നോണമാണ് കൃഷ്ണയിൽ. കൃഷ്ണയിൽ പൊന്നോണം. ഒത്തിരി ഓഫറുകളും സമ്മാനങ്ങളുമായി ഈ ഓണം പൊന്നോണമാക്കാം. കൃഷ്ണ ജ്വല്ലറി, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചാലക്കുടി. ഇതല്ലേ ശരിക്കും പൊന്നോണം? സ്വർണം ഗ്രാമിന് 14,650 രൂപയും പവന് 1,17,200 രൂപയും രേഖപ്പെടുത്തി. ഇതോടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.